ഹലോ മെമ്പറെ. നമ്മളെ ഈ ഏരിയയിൽ വെള്ളം വന്നിട്ട് 4-5 ദിവസമായി മെമ്പറെ. ഓ ആര്യനാട് വാട്ടർ അതോറിറ്റിയിൽ നമ്പർ എൻ്റെ ഉണ്ട്. ഞാൻ ഒന്ന് വിളിച്ചട്ടോ. വിളിക്കേ. ഓ ഓ ഓ ഓ അങ്ങനെ ആര്യനാട് വാട്ടർ അതോറിറ്റിയിലൊന്ന് വിളിച്ചു. വിളിക്കാം നമുക്ക്. ഹലോ. സാറേ, ഞാൻ കുറ്റിച്ചൽ പഞ്ചായത്ത് കോട്ടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഒന്നും വെള്ളമില്ല സാറേ. കുടിവെള്ളം വന്നിട്ട് 3-4 ദിവസമായി. കോട്ടൂർ മറ്റേ കാപ്പുകാട് പോകുന്ന വഴിയിൽ അവിടെ ഒന്നും വെള്ളമില്ല. കാപ്പുകാട് പോകുന്ന വഴിയിൽ വെള്ളമില്ല. കടമാങ്കുന്നില്ല, ആ കുന്നിൻ്റെ പ്രദേശത്തൊന്നും വെള്ളമില്ല. കാളിപാറ സെക്ഷനിൽ നിന്ന് അവിടെ നിന്നാണ് വെള്ളം വരുന്നത്. അത് മറ്റേ നമ്മളെ കാട്ടാക്കട സെക്ഷൻ അല്ലേ സാറേ? അപ്പോൾ കാട്ടാക്കട വിളിച്ചാൽ വെള്ളം കിട്ടുമോ? സന്തോഷം. അപ്പോൾ കാട്ടാക്കട വിളിച്ചു നോക്കാൻ സാറേ. നമ്പറുണ്ട്. നല്ല സാറ്. അയ്യോ സന്തോഷം. സുഖം തന്നെ സാറേ. ശരി, കാട്ടാക്കട വിളിക്കാം. ഹലോ സാറേ, ഞാൻ കുറ്റിച്ചൽ പഞ്ചായത്തിൽ കോട്ടൂർ. വെള്ളമില്ല സാറേ ഇവിടെ ഒന്നും. ആര്യനാട് വിളിച്ചപ്പോൾ പറഞ്ഞ് കാട്ടാക്കട സെക്ഷനാണ്, കാളിപ്പാറയിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് വിടണമെന്ന് പറഞ്ഞു. അത് വാൽവ് എന്തോ അടച്ചു വെച്ചൊക്കെയാണ്. ഒരു ദിവസം വന്നു സാറേ. അടുത്ത രാത്രി 2 മണിക്ക് വെള്ളം വന്നു. 2 മണിക്ക് വെള്ളം വിട്ട് വെളുപ്പ് ഒരു 5-5:30-6 മണിയാകുമ്പം കള്ളനെ പോലെ പതുങ്ങി വരും വെള്ളം. അതെന്ത് സാറേ അങ്ങനെ പകൽ നിങ്ങൾ വെള്ളം വിടാത്തത്? വാട്ടർ അതോറിറ്റിക്ക് അറിഞ്ഞൂടി പകൽ വെള്ളം വിടാൻ? രാത്രി അറിയാവോ? വെള്ളം വന്നില്ല സാറേ. ആര്യനാട് വിളിച്ചപ്പോൾ അവരാണ് നമ്പർ തന്നത് നിങ്ങളെ വിളിക്കാൻ. നിങ്ങളെ സെക്ഷൻ അല്ലെന്നാ ആര്യനാട് വിളിക്കണോ? ശരി. ഒന്നുകൂടെ വിളിച്ചു നോക്കാം ആര്യനാട്. ശരി. ആര്യനാട് ഒന്നുകൂടെ വിളിക്കാം. ഹലോ, ആര്യനാട് വാട്ടർ അതോറിറ്റി അല്ലേ? ഞാൻ നേരത്തെ വിളിച്ചിരുന്ന കാട്ടാക്കടയും വിളിച്ചു. കാളിപ്പാറയിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു സാറ് പറഞ്ഞതുപോലെ. ഈ കൊടും ചൂടത്ത് ശനിയാഴ്ച ഒരു ദിവസമേ വിടൂ. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ഈ ദിവസങ്ങളിലൊന്നും വെള്ളം വന്നിട്ടില്ല സാറേ ഇവിടെ. സാറേ, ഒരുമാതിരി മൂഞ്ചിയ പരിപാടി പറയരുത്. ഈ കുറ്റിച്ചൽ പഞ്ചായത്ത്, ആര്യനാട് പഞ്ചായത്ത്, വിതുര പഞ്ചായത്ത് ഇതൊക്കെ ചുറ്റുപാട് 3 ഡാമുകളുണ്ട്. ഒന്ന് പേപ്പാറ ഡാം, ഒന്ന് അരുവിക്കര ഡാം, ഒന്ന് നെയ്യാർ ഡാം. നെയ്യാർ ഡാമിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ചാനൽ വഴി വെള്ളം വിടുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എന്ത് സാറേ ഈ കുറ്റിച്ചൽ പഞ്ചായത്തുകാർക്ക് മാത്രം ഇത്ര കുഴപ്പം? ഈ മലയോര പ്രദേശത്ത് കുടിവെള്ളത്തിന് നെട്ടോട്ട് ഓടുന്ന ഞങ്ങളെ ഒരു പുല്ലും കേൾക്കാൻ പറ്റൂലെന്നാ മെമ്പർ എടുത്ത് പറയാനാ? മെമ്പർ എടുത്ത് പറയാം. ഒന്നുകൂടെ മെമ്പറെ പറഞ്ഞു നോക്കട്ടെ. ശരി സാറേ. സാറിൻ്റെ വീട്ടിൽ വെള്ളം ഉണ്ടാ? വച്ചിട്ട് പോടാന്നാ പറയും. ശരിയാക്കി തരാം. ഓക്കെ. അവൻ വച്ച് പോകുന്നു. ഇനി അടുത്ത് മെമ്പറെ വിളിച്ചു നോക്കാം. മെമ്പറെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും മെമ്പർ അടുത്ത് വന്ന് പറ്റുമെങ്കിൽ നിങ്ങൾ വെള്ളം ഉണ്ടാക്കി തരി. നിങ്ങളെങ്ങനെ വെള്ളം ഉണ്ടാക്കണമെന്നാ? പഞ്ചായത്തിലെ ക്ഷേമകാര്യം സ്റ്റാൻഡിങ് ചെയർമാൻ ആര് സാറേ? ജനങ്ങളെ ക്ഷേമം അന്വേഷിക്കാൻ തന്നെ ലമ അവിടെ ഇരിക്കുന്നത്. തെറ്റ് പറ്റിപ്പോയി, മഹാ തെറ്റായിപ്പോയി. ക്ഷമിക്കണം. ഓക്കെ. ശ്രമിക്കാമെന്നാ? ശരി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം. അടുത്ത് വീണ്ടും നിങ്ങളെ ഞങ്ങൾ കയറ്റി. നിങ്ങളും ശ്രമിക്കുക ഇനി ഒരു 10 വർഷം. ഈ കൊടും ചൂടത്ത് കുടിവെള്ളം മുട്ടിച്ചാലേ ഒടുങ്ങിപ്പോവും. വച്ചിട്ട് പോടാന്നാ? ശരി. ഓക്കെ. എന്താണെന്ന് വെച്ചാൽ നോക്കാം. ശരി എന്നാൽ. താങ്ക് യു. നന്ദി, നമസ്കാരം.
കുടിവെള്ളത്തിന് വേണ്ടി ഞാൻ വിളിക്കാത്ത മുട്ടാത്ത വാതിലുകളാണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. ആദ്യം മെമ്പറെ വിളിച്ചു. മെമ്പർ വിളിക്കുമ്പോൾ പറയും ആരനാട് വിളിക്കാൻ പറയും. ആരനാട് വിളിച്ചാൽ പറയും കാട്ടാക്കട സെക്ഷനാണെന്ന് പറയും. കാട്ടാക്കട വിളിച്ചു കഴിഞ്ഞാൽ പറയും ഇത് വീണ്ടും ആരനാടാണെന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെറ്റിക്കുന്നു. തമ്മിൽ പറഞ്ഞ് മത്സരിച്ച് ചീത്ത വിളിക്കുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും ഭരണപ്രമുഖന്മാരും ഉള്ള ഈ നാട്ടിൽ എന്തു ചെയ്യാൻ? നന്ദി, നമസ്കാരം.